ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ വീടാണ്, കുഞ്ഞിമംഗലം പടാട്ട് പറമ്പത്തെ. ഇതെൻ്റെ ചാമ്പക്കം വരാണ്. അപ്പോൾ ഇത്രയും നാളും നിങ്ങൾക്ക് എൻ്റെ ഓട്ടോ മ്യൂസിയം അതും മാത്രമേ ഞാൻ കാണിച്ചു തന്നിട്ടു. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ് ബാ, ഓട്ടോ മ്യൂസിയം നേരെ പോകുന്നത് എൻ്റെ റൂമിലേക്കാണ്. വരൂ. ഇതാണ് സുരേഷ് ഗോപിൻ്റെ കുറച്ച് ചിത്രങ്ങളാണ് അടുത്തത്. എൻ്റെ സ്റ്റാമ്പ് ശേഖരണത്തിനൊപ്പം തന്നെ സുരേഷ് ഏട്ടൻ്റെ പഴയ കാല മാഗസിൻ ഫോട്ടോകളും ശേഖരിക്കുന്ന ഒരു വിനോദം എനിക്കുണ്ട്. ഏകലവ്യം മുതലുള്ള കടുത്ത ആരാധകൻ കൂടിയാണ്. അപ്പം എൻ്റെ ബെഡ്റൂമാണിത്. ബെഡ്റൂമിലെ ചുമരുകളിൽ സുരേഷ് ഏട്ടനെ എന്നും കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ചിത്രങ്ങൾ ഞാൻ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. സുരേഷേട്ടൻ്റെ കുടുംബ ഫോട്ടോവും സ്റ്റാമ്പുകളും ഉണ്ട്. ഇതെൻ്റെ സുഹൃത്ത് സുനീഷ് ഒമാനിൽ നിന്നും കൊണ്ടുവന്ന ഒമാൻ്റെ സ്റ്റാമ്പുകളുടെ ചിത്രങ്ങളാണ്. ഇത് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഒമാനിൽ നിന്ന് കെട്ടിടത്ത് മരിച്ച മുകുന്ദൻ പി വരച്ച ഒരു ചിത്രമാണ്. അദ്ദേഹം വലിയപറമ്പ് സ്വദേശിയാണ്. 2005 കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചതാണ്. അവർ ഒരുപാട് സ്റ്റാമ്പുകളും ഒമാൻ്റെ വാളും അങ്ങനത്തെ എന്തൊക്കെയോ തന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളെ ഈ വീഡിയോ എടുക്കാൻ കാരണം എനിക്ക് ഇന്നലെ ശനിയാഴ്ച ഒരു കത്ത് സ്റ്റാമ്പ് അയച്ചു തന്നിട്ടുണ്ട് എൻ്റെ ബന്ധു കൂടിയ മനോജേട്ടൻ. അപ്പം അതിൽ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചത് ഒരുപാട് വിദേശ സ്റ്റാമ്പുകളാണ് ഇതിലുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. സമയം അപ്പോൾ നമുക്കിത് പൊളിച്ച് നോക്കാം. ഇപ്പം കത്തുകൾ ആരും അയക്കാത്തതുകൊണ്ട് വിദേശ സ്റ്റാമ്പുകൾ ആർക്കും കിട്ടുന്നില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ മനോജേട്ടൻ ഒരുപാട് കാലമായി പറയുന്നു അയച്ചു തരാം. നമുക്ക് ശനിയാഴ്ചയാണ് നമുക്ക് ഇത് അയച്ചു തന്നിട്ടുണ്ടായിന്. അപ്പോൾ ശനിയാഴ്ച ഒരു സ്കൂളിൻ്റെ നല്ല വൃത്തിക്ക് പാക്ക് ചെയ്തിട്ടുണ്ട്. സ്കൂളിൻ്റെ എക്സിബിഷൻ ആയതുകൊണ്ട് ഇത് തുറന്നു നോക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഒരുപാട് സ്റ്റാമ്പുകളുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വില കൊടുക്കാതെ വായിക്കുന്ന സ്റ്റാമ്പ് കൂടിയാണ് ഇതൊക്കെ. ഏതെല്ലാം നമുക്ക് നോക്കാം ഏതെല്ലാന്നില്ലേ. ഓക്കെ, ഒരു സ്റ്റാമ്പ് ഇതാണ്. എല്ലാം മിൻറ്റ് സ്റ്റാമ്പ് തന്നെയാണ്. മിൻറ്റ് സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ സീലടിക്കാത്ത, പോസ്റ്റ് ഓഫീസിൽ നിന്ന് സീലടിക്കാത്ത സ്റ്റാമ്പുകളാണ്. എല്ലാം ഭാരതത്തിൻ്റെ ഉണ്ട്, സീലടിച്ചതുകൊണ്ട് മിൻറ്റ് സ്റ്റാമ്പുകളുണ്ട്. മിൻറ്റ് സ്റ്റാമ്പുകളാണ് കൂടുതലെന്ന് തോന്നുന്നു. സ്റ്റാമ്പ് ശേഖരണത്തിന് പറയുന്ന പേരാണ് ഫിലാറ്റ്ലി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മൊബൈൽ ഫോണും മറ്റും ഉപയോഗിക്കാൻ കൂടുതൽ അറിയുന്നതുകൊണ്ട് കത്തുകളൊന്നും എഴുതുന്നില്ല. അതുകൊണ്ട് എവിടെയാണ് കത്ത് പോസ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ എക്സിബിഷനൊക്കെ ചെയ്യുന്ന സമയത്ത് തപാൽ ബോക്സിൻ്റെ ഒരു ചെറിയ മാതൃക അവിടെ വെക്കാറുണ്ട്. കുട്ടികൾ അതൊക്കെ അത്ഭുതത്തോടെ നോക്കി കാണുകയൊക്കെ ചെയ്യാറുണ്ട്. ഇത് തലപ്പാവ്, ഒരു ഹിമാചൽ പ്രദേശിൻ്റെ ക്യാപ്പിലെ ഒരു സ്റ്റാമ്പാണ്. ഇതിൻ്റെയൊക്കെ എൻ്റെ അടുത്ത് ഉണ്ട്. ഇത് ഒന്നിച്ച് ഒരു മിനിയേച്ചർ ഷീറ്റായിട്ടാണ് വരുന്നത്. തലപ്പാവുകൾ എന്നില്ല എൻ്റെ മിനിയേച്ചർ ഷീറ്റിൻ്റെ അടുത്ത് ഉണ്ട്. ഇത് എൻ്റെ പൊളിച്ച സ്റ്റാമ്പുകളാണ്. ഇത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ 41 രൂപേൻ്റെ ഒരു സ്റ്റാമ്പാണ്. ക്യാൻസലേഷൻ ചെയ്തതാണ്. അവരത് വരച്ചിട്ട് ഇട്ടില്ലത്. സാധാരണ പോസ്റ്റൽ സീലടിച്ചിട്ടാണ് ക്യാൻസൽ ചെയ്തത്. ചുവന്ന മഷി കൊണ്ട് വരഞ്ഞിട്ടായുള്ളത്. എന്തോ പോസ്റ്റ് ഓഫീസിൽ ചിലപ്പോൾ സീൽ ഉണ്ടായിട്ടുണ്ടാവില്ല. സാധാരണ പോസ്റ്റ് ഓഫീസിൽ സീൽ ഇങ്ങനെ കറുപ്പ് മഷി കൊണ്ട് ക്യാൻസൽ ചെയ്യലാണ്. അപ്പോൾ ഈ വരച്ചിടുന്നത് വളരെ വൃത്തിയായിട്ട ഇതാണ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ചെയ്യുന്നത്. സീലടിക്കാതെ ഇങ്ങനെ സീല് എന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസിലെ സീല് ഒരുപാട് കാലം നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. മിക്കവാറും അധിക സ്റ്റാമ്പിൽ ഇങ്ങനെ വരച്ചിട്ട് ഇത് കാണുന്നുണ്ട്.
കുത്തബ് മിനാറിൻ്റെ സ്റ്റാമ്പ്. ഏകദേശം ഒരു 10-60 സ്റ്റാമ്പുകൾ ഇന്നലെ ശനിയാഴ്ച എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്തായി സ്റ്റാമ്പുകളൊന്നും ഇങ്ങനെ ഫിലാറ്റ്ലി അക്കൗണ്ട് വഴിയല്ലാതെ നമുക്ക് നേരിട്ടിട്ട് ആരും കത്ത് എഴുതാത്തതുകൊണ്ട് ആരും കിട്ടുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.